സൗദിയുടെ ഉറങ്ങുന്ന രാജകുമാരന് നിത്യനിദ്ര. 2 പതിറ്റാണ്ടോളം കോമയിലായിരുന്ന സൗദി രാജകുടുംബാംഗം അൽ വലീദ് ബിൻ ഖാലിദ് തലാൽ അൽ സൗദിന്റെ മൃതദേഹം റിയാദിൽ കബറടക്കി. ജൂലൈ 19 മകന്റെ മരണവിവരം എക്സിലൂടെ പിതാവും സൗദി രാജകുമാരനുമായ ഖാലിദ് ബിൻ തലാൽ അൽ സൗദ് അറിയിച്ചത്. 2005 ലണ്ടനിലെ മിലിറ്ററി കോളേജിലെ പഠനകാലത്തായിരുന്നു കാർ അപകടത്തെ തുടർന്ന് അൽ വലീദ് രാജകുമാരൻ കിടപ്പിലാകുന്നത്. തലച്ചോറിലെ ഗുരുതര പരിക്കുകളും ആന്തരിക രക്തസ്രാവവും കാരണം വർഷങ്ങളോളം അദ്ദേഹം കോമയിലായിരുന്നു. കഴിഞ്ഞ 20 വർഷക്കാലം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയത്. സാധാരണ ജീവിതത്തിലേക്ക് രാജകുമാരൻ മടങ്ങിവരില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയെങ്കിലും അദ്ദേഹത്തിന്റെ പിതാവിന്റെ വിശ്വാസം നേരെ തിരിച്ചായിരുന്നു. തന്റെ മകൻ ഒരിക്കൽ ഉറക്കമെഴുന്നേൽക്കുമെന്ന പ്രതീക്ഷ അവന്റെ മരണം വരെയും ആ പിതാവ് തുടർന്നു. മകന്റെ ലൈഫ് സപ്പോർട്ട് പിൻവലിക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചെങ്കിലും അദ്ദേഹം വിസമ്മതിച്ചു. അബോധാവസ്ഥയിലായ രാജകുമാരന്റെ ജീവിതവും പിതാവിന്റെയും മകന്റെയും ബന്ധവും അറബ് ലോകത്തും പുറത്തും ശ്രദ്ധ പിടിച്ചുപറ്റി. കോമയിൽ തുടർന്ന അൽ വലീദിനെ ലോകം ഉറങ്ങുന്ന രാജകുമാരനെന്ന് പേര് ചൊല്ലി വിളിച്ചു. അദ്ദേഹത്തിന്റെ നേരിയ ശരീരചലനങ്ങൾ പോലും സോഷ്യൽ മീഡിയ ലോകത്ത് വലിയ ചർച്ചയായി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ളവർ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി കാത്തിരുന്നു. മകന്റെ വിയോഗത്തിന് പിന്നാലെ പിതാവ് പങ്കുവച്ച ഹൃദയസ്പർശിയായ കുറിപ്പും സോഷ്യൽ മീഡിയ ലോകം ഏറ്റെടുത്തു.